Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു നെയ്യൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂ നട്ട്സും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇവിടെ കുറച്ച് നേരം ഈ നെയ്യിലിട്ടിട്ട് ഈ ഒരു നട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു നെയ്യിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് വാട്ടിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് നേന്ത്രപ്പഴത്തിന് പകരം ഏത് പഴം ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം പഴുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ പഴുപ്പ് കൂടിയിട്ടുള്ള നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം വാട്ടിയിട്ട് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചിരവിയ തേങ്ങയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളിൽ നിറച്ച് ചിരവിയ തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങക്കൊന്നും കറക്റ്റ് ഒരു അളവൊന്നും ആവശ്യമില്ല. അത്യാവശ്യം തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ഇത്രയും തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 കപ്പ് അളവിൽ അവലും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇനി ഈ ഒരു തേങ്ങ ചിരവിയതും അവലൊക്കെ കൂടിയിട്ട് നല്ലപോലെ ഈ ഒരു പഴത്തിൽ മിക്സ് ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഇത് 3ഉം കൂടെ കുറച്ചധികം സമയം ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ആൽമണ്ട്സും കാഷ്യൂ നട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏലക്കപ്പൊടിയൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മധുരമൊന്നും ആവശ്യമില്ല. ഈ ഒരു മാവിലേക്കുള്ള മധുരം മാത്രം മതിയാവും. നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങിൽ പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിലേക്കും മധുരം ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അത്യാവശ്യം പഴുത്തിട്ടില്ലാത്ത പഴം ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഓപ്ഷനിലാണ്. അപ്പോൾ ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസ് ഉണ്ടാവാനും പാടില്ല, നല്ല തിക്കായിട്ടുണ്ടാവാനും പാടില്ല. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലൂടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴം മിക്സ് അവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ കൈ വെച്ച് കുഴച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി ബോളാകൃതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുക്കട്ടെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോളും എടുത്തിട്ട് ഈ ഒരു മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തീ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഒരു ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ആയതുകൊണ്ട് ഒരുപാട് വേവിക്കാനൊന്നുമില്ല. ഇതിൻ്റെ പുറം ഭാഗത്തുള്ള ഈ ഒരു മാവ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം
കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്